ഇപ്പോൾ കോഴിക്കൂട്ടിലെ മുട്ട പറക്കുന്ന പരിപാടിയാണ്. നമ്മൾ കോഴിക്കൂട്ടിൽ മുട്ട പറക്കാനായിട്ട് പോയേക്കണേ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മൾ കോഴിക്കൂട്ടിൽ നിന്ന് മുട്ട പറക്കുന്ന വീഡിയോ. അപ്പോൾ ഞാനവിടെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ബോക്സ് അടിക്കുകയോ പെട്ടി അടിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇതുപോലെ ഷീറ്റ് സൈഡിൽ ഇങ്ങനെ മറച്ച് വെച്ചേക്കണം. ഇവിടെ ഇപ്പോൾ ആസ്പത്രി ഷീറ്റ് ആയിട്ടാണ്, അപ്പുറത്ത് തകര ഷീറ്റാണ് വെച്ചേക്കണത്. ഷീറ്റ് ചരിച്ച് വെച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് കോഴി കയറി മുട്ടയിടുന്നത്. അപ്പം പൊരുന്നവർ അതിനകത്തിരുന്ന് പൊരുന്നിക്കോളും, പൊട്ടിയിടുന്നവർ അതിനകത്തിരുന്ന് പൊരുന്നിക്കോളും. അത് വേണ്ട, ഇങ്ങനെയാണ് വെച്ച് കൊടുത്തേക്കണം. അപ്പോൾ ഇതൊക്കെ ചിലവ് കുറഞ്ഞ പരിപാടികളാണിത്. ഇതിലും ചിലവ് കുറഞ്ഞുള്ള പരിപാടി എനിക്ക് തോന്നുന്നത് ഉണ്ടാകുന്നതന്നെ എനിക്ക് സംശയമാണ്. നമുക്ക് ചിലവ് കുറഞ്ഞ പരിപാടി. ഇതൊരു 4 തട്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം സൈഡിൽ വെച്ചിട്ടുണ്ട്, 4 വശത്തുണ്ട് ഇതുപോലെ തന്നെ. ഇതിനകത്ത് ഇങ്ങനെ മുട്ടയിട്ട് സൈഡിൽ മുട്ടയിട്ട് വെച്ചോളൂ. നമ്മൾ പോയി പെറുക്കിയെടുത്താൽ മതി. 1-2 തവണയൊക്കെ ആയിട്ട് കയറി പെറുക്കിയെടുത്തോളാം മുട്ട, അല്ലെങ്കിൽ പൊടിച്ചളയും. ഇപ്പോൾ ഇപ്പുറത്തിനിപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ അപ്പുറത്തെ തട്ടാണ്. ഇതിപ്പോൾ തകര ഷീറ്റാണ് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ തകര ഷീറ്റിൻ്റെ സൈഡിലുണ്ട്, അവിടെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇതിനകത്ത് ഉണ്ടാവും മുട്ട. 2 പേര് ഇരിപ്പുണ്ട്, മുട്ട അതിൻ്റെ ഇടയിലൊക്കെ ഇരിപ്പുണ്ട്. അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും മുട്ട. ഇടക്കിടക്ക് പോയി പെറുക്കി എടുത്തോളണം, അല്ലെങ്കിൽ അവർ തന്നെ കൊത്തി കുടിക്കും. കോഴി വളർത്തൽ ലാഭകരമാണ് എന്നുള്ളതിൻ്റെ ഒരു ലാഭകരമാക്കാൻ പറ്റും എന്നുള്ളതാണ്. എങ്ങനെ വെച്ചാൽ നമുക്ക് കോഴി വളർത്തൽ ലാഭകരമാക്കാൻ പറ്റും. എന്നാൽ വലിയ ലാഭമല്ല, ചെറിയൊരു സൈഡായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് അനങ്ങാണ്ട് ഇരുട്ടത്ത് സൈഡ് ഒരു വെട്ടമൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കയറി മുട്ടിയിട്ടുള്ളൂ. എല്ലാവരും മുട്ടിയിടണം. അങ്ങനെയാണ് ഒരു കോഴി, അങ്ങനെ തന്നെയാണ്. ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു മൂലക്ക് കയറിയിരുന്ന് ഇരുട്ട് പിടിച്ച സ്ഥലം കിട്ടണം, അവിടെ ഒന്ന് മുട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തിരുന്ന് മുട്ടിയിട്ട് അവിടെ തന്നെ ഇട്ടോളും. ചിലപ്പോൾ അവിടെ ഇരുന്ന് അടയിരിക്കുകയും ചെയ്യും. അവിടെ ഇരിക്കുന്നവർ അവിടെ നിന്ന് അടയിരിക്കും, അവരെ മാറ്റിയിരുത്തി അവിടെ അടക്കി വയ്ക്കുകയും ചെയ്യും. ഇതിനകത്ത് കിടക്കുന്ന മിക്കതും ഗ്രാമശ്രീ കോഴികളാണ്. അപ്പോൾ ഇതിൻ്റെ മറ്റു വിശേഷങ്ങൾ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതൊന്നും ഞാൻ കാശ് കൊടുക്കുന്നതിൽ മേടിച്ചതല്ല. ഇതൊക്കെ അടുത്ത വീഡിയോയിൽ നിന്ന് ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം സമയം ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.